It's diamond time now. Safa Golden Diamonds അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. ഇന്ന് തന്നെ സന്ദർശിക്കൂ സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി യു ഷറഫ് അലി. നിലമ്പൂരിൽ LDFന് അനുകൂല സാഹചര്യമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയായിരിക്കും വോട്ട് തേടുക. സംസ്ഥാനത്ത് വികസന മുന്നേറ്റമുണ്ടായ മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ. തന്റെ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും തിരഞ്ഞെടുപ്പിൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ടാക്കും. PV അൻവർ ഉപതിരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടുകൾ ഇക്കുറി LDFന് അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയും മുന്നണിയും ഇത്തരത്തിലുള്ള ഒരു ഓഫറിന് മുമ്പിൽ വെക്കുമ്പോൾ, വാഗ്ദാനം ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളത്. ജനങ്ങളെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന അവസരം, അതും എനിക്ക് ഏറെ സുപരിചിതമായ, ഞാൻ കുട്ടിക്കാലം ചെലവഴിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളും ബന്ധങ്ങളും ഒക്കെയുള്ള ഈ നിലമ്പൂരിൽ അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ UDF മുന്നണി അവരുടെ എല്ലാ രീതിയിലുള്ള പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും ഉപയോഗപ്പെടുത്താൻ സാധിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്. അന്ന് അൻവർ എന്ന സ്ഥാനാർത്ഥി തെറ്റിദ്ധരിപ്പിച്ചിട്ട് അദ്ദേഹം 9 വർഷം MLA എന്നുള്ള നിലക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ LDF ഗവൺമെന്റിന്റെ ക്രെഡിറ്റിലേക്ക് വരേണ്ടതാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ പലപ്പോഴും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നേരിട്ട് പോരാട്ടമായതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ ഭാഗത്തുണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം ഭരണമുന്നണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിലമ്പൂർ ആശുപത്രി റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ജില്ലാ ആശുപത്രിയിലുമെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി K മോഹൻദാസ്, ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, CPI ജില്ലാ കൌൺസിൽ അംഗം PM ബഷീർ, മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, മുൻ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, T ഹരിദാസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സ്ഥാനാർത്ഥി ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.